കഴിഞ്ഞ ദിവസമേ നമ്മളൊരു പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് രാജാവ് എന്ന് ചോദിച്ചിട്ട് ഒരു ഫോർഡിൻ്റെ എൻഡോറിൻ്റെ ഒരു ഫോട്ടോ, ഒരു ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആരാണ് രാജാവ് എന്ന് ചോദിച്ചിട്ട് രണ്ട് വാഹനങ്ങളുടെ പേര് എഴുതിയിട്ട് ഒരു പോൾ വെച്ചിരുന്നു. പക്ഷേ ആ ഒരു പോളിൽ സത്യം പറഞ്ഞാൽ നെട്ടിച്ചുകൊണ്ടാണ് ടൊയോട്ട ഫോർച്യൂണറിൻ്റെ ഒരു 4-5% മേലെ ഫോർഡിൻ്റെ എൻഡോവർ ബോട്ടിൽ എന്തായി വിജയിച്ചു. അതായത് ഫോർഡ് എൻഡോവറിന് കിട്ടിയത് 52%, ടൊയോട്ട ഫോർച്യൂണറിന് കിട്ടിയത് 48%. ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് ടൊയോട്ട ഫോർച്യൂണർ. പക്ഷേ ഇന്നലെ ആ ഒരു പോൾ വെച്ച സമയത്ത് സത്യം എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി. എന്തുകൊണ്ടാണ് ടൊയോട്ട ഫോർച്യൂണറിന് ഇന്ന് ബാക്കിലോട്ട് ആക്കിയിട്ട് ഫോർഡിൻ്റെ എൻഡോവർ ഒന്ന് ഫ്രണ്ടിലേക്കായത്? ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം ഫോർഡിൻ്റെ എൻഡോവർ. അതായത് ഇന്ന് മാർക്കറ്റിൽ ഹൈ ഡിമാൻഡിൽ കിടക്കുന്ന ഒരു വാഹനമാണ് ഫോർഡിൻ്റെ എൻഡോവർ. അതായത് ഇന്ന് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നിർത്തിയിട്ടും പക്ഷേ ഇന്ന് ഫോർഡ് എൻഡോവർ എന്ന് പറയുന്ന വാഹനം ഫോർഡിൻ്റെ വാഹനങ്ങളിൽ ഭയങ്കരമായിട്ട് മുന്നേറിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വാഹനപ്രേമികളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫോർഡിൻ്റെ എൻഡോവർ, അതായത് ഒരു MPV സെഗ്മെൻറ്റിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടനവധി ഓപ്ഷൻസുകൾ നമുക്കുണ്ട്. അതായത് ടൊയോട്ടയിലാണെങ്കിൽ ഫോർച്യൂണർ ഉണ്ട്, മഹീന്ദ്രയിലാണ് ഇപ്പോൾ ബൊലോറോ, അങ്ങനെ ഒരുപാട് മോഡലുകൾ എല്ലാ ആളുകൾക്കും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് ഫോർഡ് എൻഡോവറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് എൻഡോവറിൽ കിട്ടുക? അതായത് ടൊയോട്ട ഫോർച്യൂണർ പോകുന്ന കസ്റ്റമർ ഫോർഡിൻ്റെ എൻഡോവർ വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്? അതുപോലെ തന്നെ ഫോർഡിൻ്റെ എൻഡോവർ ഒഴിവാക്കിയിട്ട് അവർ ടൊയോട്ട ഫോർച്യൂണർക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അതൊക്കെ ഉൾപ്പെടുത്തി ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട്. അതായത് 2006 ആദ്യമായിട്ട് ഫോർഡിൻ്റെ എൻഡോവർ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 2006 മുതൽ ഏകദേശം 2014-15 കാലഘട്ടങ്ങളൊക്കെ ഈ ഒരു ഷേപ്പിൻ്റെ തൊട്ട് മുന്നേ വരുന്ന അത്യാവശ്യം നല്ല രീതിയിൽ നീളം കൂടി ഒരു വാഹനം, അതൊരു ഗ്യാങ്സ്റ്റാർ ലുക്ക് കടന്നിന് വാഹനമാണ് ആദ്യത്തെ എൻഡോവർ. ആ എൻഡോവറിനെ ഇന്നും വാഹനപ്രേമികൾക്ക് പ്രത്യേക ഫാൻ ബേസിലെ വാഹനമാണ് ഫോർഡ് എൻഡോവർ. ആ ഫോർഡ് എൻഡോവറിന് ശേഷം 2016 ഒട്ടനവധി മാറ്റങ്ങളോട് കൂടി വാഹനപ്രേമികൾക്കിടയിൽ ഒരു അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഷേപ്പ്, അതായത് 2016 മോഡലിൽ എൻഡോവർ പുറത്തിറങ്ങിയത്. ഒരു അടിപൊളി ഒരു പെർഫോമൻസ് എഞ്ചിൻ, അതായത് 3.2 എഞ്ചിനും 2.2 എഞ്ചിനുമാണ്, രണ്ട് എഞ്ചിൻ വേരിയൻ്റാണ് അന്ന് 2016 കാലഘട്ടങ്ങളിൽ ഫോർഡ് എൻഡോവർ ഇറങ്ങിയ സമയത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതായത് 3.2 എഞ്ചിൻ വരുന്ന സമയത്ത് അത് 5 സിലിണ്ടറിൽ 4x4 ഓട്ടോമാറ്റിക് 6 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ അന്ന് തന്നെ 2.2 4 സിലിണ്ടർ എഞ്ചിനും അന്ന് വാഹന വിപണിയിൽ നമുക്ക് ലഭ്യമായിരുന്നു. പക്ഷേ 2016 തൊട്ട് 2020 വരെ 3.2 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കമ്പനി ഇറക്കി കൊണ്ടുവന്ന് 2020 എന്ത് ചെയ്തു? കമ്പനി 3.2 എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ കമ്പനി സ്റ്റോപ്പ് ചെയ്തു. അതായത് 2020 ശേഷം BS6 വണ്ടികൾ ഇറങ്ങിയ സമയത്ത് കമ്പനി കൊടുത്താണ് 2 ലിറ്ററിൽ വരുന്ന വാഹനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാക്കിയിട്ട് കമ്പനി BS6 ഇറക്കി. അതായത് 4x4 ഓട്ടോമാറ്റിക് വരുന്ന വാഹനം, 2 വീൽ ഡ്രൈവിൽ ഓട്ടോമാറ്റിക്കിൽ വരുന്ന വാഹനം അന്ന് കമ്പനി പുറത്തിറക്കി. അതായത് 2 ലിറ്ററിൽ 10 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതായത് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു വാഹനം 2020 മോഡലിൽ കമ്പനി പുറത്തിറക്കിയ 2 ലിറ്ററിൽ വരുന്ന 2 വീൽ ഡ്രൈവിൽ വരുന്ന വാഹനമാണ്. അതായത് ഈ ഒരു മോഡലിന് നമുക്കിതിൻ്റെ 4x4 വരുന്ന മോഡൽ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. പക്ഷേ ഇന്ന് നമ്മളെ കയ്യിലൊരു വാഹനം 2 ലിറ്ററിൽ 2 വീൽ ഡ്രൈവിൽ വരുന്ന വാഹനമാണ്. അതായത് ഈ ഒരു വാഹനത്തിന് കമ്പനി 2 ലിറ്ററിൽ മൈലേജ് പറഞ്ഞ് ഏകദേശം 14 കിലോമീറ്ററോളം കമ്പനി മൈലേജ് അവകാശപ്പെടുന്നുണ്ട്. അതായത് സിറ്റി ഡ്രൈവിനൊക്കെ ഏകദേശം ഒരു 10 കിലോമീറ്റർ 11 കിലോമീറ്ററൊക്കെ നമുക്ക് റേഞ്ച് കിട്ടും. ഒരു ഹൈവേയിലൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 11-12 കിലോമീറ്ററൊക്കെ നമുക്ക് മൈലേജ് കിട്ടും. ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 2 ലിറ്ററിൽ എൻഡോവർ പുറത്തിറങ്ങിയപ്പോൾ ഒട്ടനവധി ആൾക്കാരാണ് പറഞ്ഞത് എൻഡോവറിൻ്റെ ആ യാത്ര കംഫർട്ട് പോകും, എൻജിൻ്റെ പെർഫോമൻസ് കുറയും. പക്ഷേ ഈ ഒരു വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അവർ അതൊക്കെ തിരുത്തും. അത്ര പെർഫോമൻസോട് കൂടിയാണ് ഈ ഒരു വാഹനം 10 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്നത്. ഇതിപ്പോൾ അന്ന് 2020 കമ്പനി പുറത്തിറങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 40 ലക്ഷം രൂപേൻ്റെ പുറത്ത് അന്ന് നമുക്ക് എന്ത് വരുന്നുണ്ട്? ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അന്ന് ഈ ഒരു വാഹനത്തിൻ്റെ ഒപ്പം തന്നെ, അതായത് ഇതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ പറയാം, കാരണം ടൊയോട്ട ഫോർച്യൂണർ 2020 ഇറങ്ങുന്ന സമയത്ത് ഈ 2 വീൽ ഡ്രൈവിലൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 45ൻ്റെ മുകളിൽ നമുക്ക് എന്തുണ്ട്? ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതായത് ഈ ഒരു 45 ലക്ഷം റുപ്യ ഫോർച്യൂണറിനും ഈ ഒരു റേഞ്ച് എൻഡോവറും വരുന്ന സമയത്ത് ഈ എൻഡോവർക്ക് എന്ത് ചെയ്തു? ഒരുപാട് ആളുകൾ എൻഡോവറിലോട്ട് പോയി, ഒരുപാട് പേര് എന്ത് ചെയ്തു? ഫോർച്യൂണർക്കും പോയി. ഈ എൻഡോവർക്ക് പോയ കസ്റ്റമർക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി ഫീച്ചേഴ്സാണ്. അതായത് ഓട്ടോ പാർക്കിങ്, പനോരമിക് സൺറൂഫ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് എന്തുണ്ട്? നമുക്ക് ഈ ഒരു എൻഡോവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടാണ്. നമ്മളിപ്പോൾ ഇത് ഏകദേശം ഒരു നമ്മളെ കൈ കിട്ടിയതിന് ശേഷം നമ്മളെ ഇപ്പോൾ ഏകദേശം ഒരു ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വെഹിക്കിൾ കൊണ്ട് പോയി വന്നു.
അതുകൊണ്ട് തന്നെ നമുക്കിതൊരു യൂസർ എക്സ്പീരിയൻസ് കൂടി നമുക്ക് എന്ത് ചെയ്യാം പറയാൻ കഴിയും. ഇപ്പോൾ ഈ വാഹനം നമുക്ക് ഓടിച്ചു വന്ന സമയത്ത് ഏകദേശം നമുക്കിതിന് മൈലേജ് കിട്ടിയതാണ് ഒരു ഏകദേശം ഒരു 10 കിലോമീറ്റർ റേഞ്ചിൽ എന്തുണ്ട് ഈ ഒരു വാഹനത്തിൽ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു ഫോർഡിന് ഏതൊരു ഒരു ബാഡ്ജിങ്ങിലൊരു ഗ്രില്ല് നമുക്ക് കാണാൻ കഴിയും. ശരിക്കും ഇത് കമ്പനി വരുന്നത് നോർമലി ക്രോം ഗ്രില്ലാണ് ഈ ഒരു വാഹനത്തിന് വരിക. അത് ചേഞ്ച് ചെയ്തിട്ട് ഇത് റാപ്റ്റർ മേലെ അതായത് ഫോർഡിൻ്റെ എൻഡോവർ കഴിഞ്ഞ അടുത്തൊരു ഹെവി സാധനമാണ് ഫോർഡിൻ്റെ റാപ്റ്റർ. ആ റാപ്റ്റർ കിറ്റിന്മേൽ വരുന്ന ഗ്രില്ലാണ് ഈ ഗ്രില്ല് ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് ചെയ്തതാണ്. ഇത് നോർമലി ഒരു ക്രോം ഗ്രില്ലാണ് ഇത് വരിക. അതുപോലെ തന്നെ നമുക്ക് DRLോട് കൂടുതൽ ഹെഡ് ലാമ്പ് നമുക്ക് കാണാൻ കഴിയും, ഒരു ഫോഗ് ലാമ്പ് നമുക്ക് കാണാൻ കഴിയും. അത് ബാക്കിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മിററുമ്പോൾ തന്നെ നമുക്കൊരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ കഴിയും, കീലെസ് എൻട്രി നമുക്ക് കാണാൻ കഴിയും. ഇൻറ്റീരിയർ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഹൈ ലക്ഷറി. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ബീജ് കളറിലും ബ്ലാക്ക് കളറിലും ഫുള്ള് ലെതർ റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത അടിപൊളി ഇൻറ്റീരിയറാണ് ഫോർഡ് എൻഡോവറിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് പോവാം. ഇൻറ്റീരിയർ കംപ്ലീറ്റ് കാണിക്കാം, കംപ്ലീറ്റ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഈ വീഡിയോയിലാണ് നിങ്ങളെ കാണിക്കാം. അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ബാക്കിലോട്ട് പോരുന്ന സമയത്ത് ഡിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുക എൻഡോവറിന് ഏതൊരു ഗാർണിഷ് ഡിക്കി ഗാർണിഷ് നമുക്ക് കാണാൻ കഴിയും. ഇത് വേരിയൻറ്റ് വരുന്നത് ടൈറ്റാനിയം പ്ലസ് ആണ്. അതായത് ഈ മോഡലിൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ് എൻഡോവറിൽ ടൈറ്റാനിയം പ്ലസ്. ഈ ഒരു വാഹനം സെയിലിനുള്ള വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ പ്രൈസും കിലോമീറ്ററും കാര്യങ്ങളൊക്കെ എന്തിനാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ 18 സൈസിൽ വരുന്ന അലോയ്സ് നമുക്ക് ഇതിന്മേൽ കാണാൻ കഴിയും. 18 സൈസ് ടയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ഓഫ് റോഡ് പോകണമെന്നുണ്ടെങ്കിലും 2 വീലർ ഡ്രൈവ് ആണ് നമുക്ക് എന്ത് ചെയ്യുക കാണാൻ കഴിയും. ഞങ്ങളിപ്പോൾ വന്ന വയന് ചെറിയ രീതിയിലൊരു ഓഫ് റോഡാണ്, ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഉഷാറായിട്ട് എന്ത് ചെയ്ത് നമുക്കിത് കയറി പോകുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2020 മോഡലിൽ ഓൺലി 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുള്ള് ഷോറൂം ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഈ വാഹനം എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കും. കംപ്ലീറ്റ് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ വാഹനത്തിനുണ്ട്. ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ ഒരു ഫോർഡിൻ്റെ വാഹനം എടുക്കാൻ പോകുമ്പോൾ ഒരുപാട് കൺഫ്യൂഷനാണ്. അതായത് ഫോർഡിൻ്റെ സ്പെയർ കിട്ടുമോ, ഫോർഡിൻ്റെ കമ്പനി ഇന്ത്യയിൽ നിന്ന് പോയി ഇനി നമുക്ക് വാഹനം എടുത്തു കഴിഞ്ഞാൽ സർവീസ് എന്താവുക എന്നൊക്കെ ഉള്ളതൊക്കെ കംപ്ലീറ്റ് ആളുകൾക്ക് ടെൻഷനാണ്. അതായത് സ്വാഭാവികമായിട്ട് വാഹനം എടുക്കുന്ന സമയത്ത് ഇപ്പം ഞാനാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും. കാരണം വാഹനം എടുത്താൽ മാത്രം പോരാ, അതിൻ്റെ ബാക്ക് സർവീസ് അതായത് സർവീസ് കാര്യങ്ങൾ കിട്ടുമെന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. പക്ഷേ നിലവിൽ എല്ലാ സ്ഥലങ്ങളിലും ഫോർഡിൻ്റെ സർവീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്താണെന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ നമുക്ക് ഫോർഡിൻ്റെ സർവീസ് ഉണ്ട്, കോഴിക്കോട് മലബാർ ഫോർഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാവിധ സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ അടുത്ത് നമ്മൾ ന്യൂസ് കേട്ട് 3200 കോടി രൂപയാണ് ഫോർഡ് എന്ത് ചെയ്യണേ ഇന്ത്യയിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിലേക്ക് ഫോർഡ് തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസും കാര്യമൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് ഫോർഡ് എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. 3200 കോടി ഇപ്പം നിലവിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫോർഡ്. അതിൽ പുറത്തുള്ള ആളുകൾക്കൊക്കെ ഇവിടെ നമുക്ക് ഇന്ത്യയിൽ ആകെ ഒരു ഫോർഡിൻ്റെ ഒരു SUV എന്ന് പറയുന്നത് ഒരു ഫുൾ സൈസ് SUV എന്ന് പറയുന്നത് എൻഡോവർ മാത്രം. പക്ഷേ അതിൽ പുറത്തുള്ള ആളുകൾക്ക് ഈ ഫോർഡിൻ്റെ ഒട്ടനവധി SUVകളും കാര്യങ്ങളും ട്രക്കും കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഫോർഡ് പുറത്തിറക്കുന്നുണ്ട്. ഫോർഡിൻ്റെ റാപ്റ്റർ, പിന്നെ ഫോർഡിൻ്റെ എവറസ്റ്റ്. അതായത് ഈ എൻഡോവറിൻ്റെ പുറത്തുള്ള രാജ്യങ്ങളിൽ എവറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നുപാട് ചെറിയ രീതിയിൽ ലെങ്ത്തൊക്കെ കൊടുത്തിട്ട് ഫോർഡ് പുറത്തിറക്കുന്നുണ്ട്. അതായത് ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയായ ഫോർഡിൻ്റെ എവറസ്റ്റൊക്കെ അവർ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ഫോർഡിൻ്റെ ഒരു വാഹനത്തിലോട്ട് വരുമ്പോൾ പിന്നെ അടുത്തൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഫോർഡിൻ്റെ മെയിൻ്റനൻസ് ആണ്. എത്ര രൂപയാണ് അതിന് മെയിൻ്റനൻസിന് വരിക, എങ്ങനെയാണ് അതിൻ്റെ മെയിൻ്റനൻസ് വരിക. അതായത് ഇപ്പോൾ ഒരു നോർമൽ ഒരു സർവീസിന് വരികയാണെങ്കിൽ ഏകദേശം ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നത് നോർമൽ സർവീസ്, അതായത് ഇപ്പോൾ ഒരു നോർമൽ സർവീസിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഒരു വണ്ടി വെഹിക്കിൾ കംപ്ലീറ്റ് ചെക്കപ്പ്, അതായത് നോർമലി ഒരു പ്രൈസ് വരും ഒരു ഏകദേശം ഒരു 20,000 രൂപേൻ്റെ അടുത്തൊക്കെയാണ് നോർമൽ ഒരു സർവീസിന് കോസ്റ്റ് വരിക. പിന്നെ അടുത്തത് വരിക പറഞ്ഞാൽ ബ്രേക്ക് പാഡ്സ് കാര്യങ്ങൾ ഒക്കെ പറഞ്ഞാലും ഒരു നോർമൽ വെഹിക്കിളിന് പോലെ തന്നെ ഒരു നോർമൽ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്രേക്ക് പാഡ്സിനൊക്കെ നമുക്ക് വരുന്നുള്ളൂ ഒരു വാഹനത്തിന്. ഈ ഫോർഡാണെന്ന് കരുതിയാണ്ട് നമുക്ക് വലിയൊരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് വരുന്നില്ല. പിന്നെ ഫോർഡിൻ്റെ ഒരു നെഗറ്റീവ് വശത്തിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഫോർഡിൻ്റെ ഇപ്പം നിലവിലെ കണ്ടീഷനിൽ അറിയാം റീസെയിലാണ്. റീസെയിൽ വാല്യൂവിൽ മറ്റുള്ള വാഹനങ്ങളെ സംബന്ധിച്ച് ഫോർഡ് ചെറുതായിട്ടൊന്ന് റീസെയിൽ വാല്യൂവിൻ്റെ കാര്യത്തിൽ കീപ്പട്ടാണെങ്കിലും പക്ഷേ എൻഡോവർക്ക് പോകുമ്പോൾ അതിപ്പോൾ നിലവിൽ വെഹിക്കിൾ മാർക്കറ്റിൽ ഡിമാൻഡ് ആവുന്നതുകൊണ്ടും കിട്ടാത്തത് കൊണ്ടും എന്താണ് ഫോർഡിൽ എൻഡോവറിൻ്റെ മാർക്കറ്റ് എന്താണ് ഇങ്ങനെ വണ്ടി ഹൈ ആയിക്കൊണ്ടേ നിൽക്കുകയാണ്. കാരണം കമ്പനി ഇപ്പോൾ നിലവിൽ എൻഡോവർ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഇല്ല. പിന്നെ നമുക്ക് ഇൻറ്റീരിയറിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും നമുക്ക് എന്തുണ്ട് ഇൻറ്റീരിയറിൽ കാണിക്കുകയാണ്. നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ഒരു കളർ വരുന്നത് ഒരു ബീജും ഒരു ബ്ലാക്കും പാടെ കൂടിയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് നമുക്കിതിൽ കാണാൻ കഴിയുക. സ്റ്റാരിങ് ഒക്കെ ഉണ്ടല്ലോ പക്കാ ഒരു, ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാരിങ് ഉണ്ടോ നമുക്ക് ഒരു വിരലിട്ട് കാണാൻ ഇങ്ങനെ തിരിക്കാൻ കഴിയും.
അത്ര സ്മൂത്താണ് സ്റ്റിയറിംഗ് വരുന്നത്. ഫോർഡിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് പ്രത്യേക ഒരു ടൈപ്പ് സ്റ്റിയറിംഗ് ആണ്. നല്ല സ്മൂത്ത് സ്റ്റിയറിംഗിനാണ് വരുന്നത്. നമുക്കിവിടെ മിറർ ഫോൾഡിൻ്റെ സ്വിച്ച് കാണാൻ കഴിയും. ബൂട്ട് ഓപ്പൺ ആക്കാനും ബൂട്ട് ക്ലോസ് ആക്കാനുള്ള സ്വിച്ച് ഇവിടെ ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സ്റ്റിയറിംഗ് വീലുണ്ട്. ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഓട്ടോമാറ്റിക് ലൈറ്റ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് ഇവിടെ കാണാൻ കഴിയും. ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നല്ലൊരു ഇൻഫോടൈമിംഗ് സിസ്റ്റം നമുക്ക് കാണാൻ കഴിയും. ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ, അത് എ സിയുടെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഫോടൈമിംഗ് സിസ്റ്റത്തിലൂടെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്തുണ്ട്, എ സിൻ്റെ കൺട്രോൾ പാനൽ നമുക്ക് ഇവിടെ വരുന്നത്. ഇത് പിന്നെ നമ്മൾ വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ നമുക്ക് കാണാൻ കഴിയും. അത് പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ്. അപാര സീറ്റിംഗ് പൊസിഷനാണ്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റ്, ഒരു ആനപ്പുറത്ത് നിന്ന് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്ന മാതിരിയാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ. അത്ര ഹൈറ്റിൽ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു ഫീച്ചറാണ് ഇതിൻ്റെ ഓട്ടോ പാർക്കിംഗ്. അതിപ്പോൾ നമ്മൾ വണ്ടി നോർമൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ ഡീ കിട്ടും. നമ്മൾ ഡീ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓട്ടോ പാർക്കിങ്ങിൻ്റെ ഒരു പീൻ്റെ സ്വിച്ച് ഉണ്ടോ, ഈ പീൻ്റെ സ്വിച്ചുമ്പോൾ നമുക്ക് നിൽക്കുന്ന സമയത്ത് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു വാർണിംഗ് വരും. അതായത് സെർച്ചിങ് ഫോർ പാർക്കിംഗ് സ്പേസ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, പ്ലീസ് ഡ്രൈവ് ഫോർവേഡ്. അതിപ്പോൾ നമ്മൾ ലെഫ്റ്റിക്കാണ് ഇൻഡിക്കേറ്റർ ഇട്ടുള്ളത്. അത് വണ്ടി ഇപ്പോൾ നിലവിൽ ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിക്ക് ഇൻഡിക്കേറ്റർ വണ്ടി നമ്മളിങ്ങനെ ഫോർവേഡ് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്നാണ് വണ്ടി തന്നെ ഒരു സ്ഥലം ഡിറ്റക്ട് ചെയ്ത് വണ്ടി തന്നെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, പാർക്കാവും. നല്ലൊരു ഫീച്ചറാണത്. പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് പനോരമിക് സൺറൂഫ്. അതായത് ടൊയോട്ടൻ്റെ വെഹിക്കിൾ എടുക്കുന്ന ആൾക്കൊരു സൺറൂഫ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൊയോട്ട കൊടുക്കുന്നത് ലാൻഡ് ക്രൂയിസറിലാണ്. ലാൻഡ് ക്രൂയിസർ പ്രാഡോയിലാണ് സൺറൂഫ് കൊടുക്കുന്നത്. അതിപ്പോൾ ഇന്ന് നിലവിൽ കേരളത്തിലോ ലാൻഡ് ക്രൂയിസർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2.5 കോടി രൂപേൻ്റെ മുകളിലാണ് നിലവിൽ ലാൻഡ് ക്രൂയിസറിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് പനോരമിക് സൺറൂഫ് കാര്യങ്ങൾ എല്ലാ ബാക്കിലൊക്കെ നമുക്ക് എ സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് സെപ്പറേറ്റ് എ സി കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു വാഹനം 2020 മോഡൽ 2 ലിറ്റർ എഞ്ചിൻ ആവുന്നുണ്ട്. 10 സ്പീഡാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഓടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട് ഈ ഒരു വാഹനം. മാനുവൽ എന്ത് ചെയ്യുക, നമുക്ക് ഈ ഗിയറിൻ്റെ റൈസുകളായിട്ട് എന്തുണ്ട്, ഒരു സ്വിച്ച് വരുന്നുണ്ട്, ഒരു പ്ലസിൻ്റെ ഒരു മൈനസിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇതിന്മേൽ പ്ലസ് എമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗിയർ അപ്പ് ചെയ്യാനും മൈനസ് നോക്കിക്കഴിഞ്ഞാൽ ഗിയർ ഡൗൺ ചെയ്യാനൊക്കെ നമുക്ക് റണ്ണിങ്ങിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു 5ാമത്തെ 6ാമത്തെ ഗിയറിൽ ഇങ്ങനെ വണ്ടി മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഓവർടേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈനസിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഗിയർ ഡൗൺ ആയാണ്ട് എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ല പെർഫോമൻസിൽ നമുക്ക് എടുത്തു പോകാൻ കഴിയും. പിന്നെ ഇതിൽ 2 ഡ്രൈവിംഗ് മോഡ് വരുന്നത്. ഡ്രൈവിംഗ് മോഡിൽ നമുക്ക് എന്തുണ്ട്, സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. നമുക്ക് സ്പോർട്സ് മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടി പെർഫോമൻസ് ഉണ്ടാവുമെങ്കിലും മൈലേജിൻ്റെ ഈ മാറ്റത്തിൽ അത്യാവശ്യം നല്ലൊരു മൈലേജിലും നമുക്ക് മാറ്റം കാണാൻ കഴിയും. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു മൈനസായിട്ട് എനിക്ക് തോന്നിയത് വെച്ചാൽ, ഒരു 8 സീറ്റർ വാഹനം ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് റോയും തേർഡ് റോയും നമുക്കുണ്ട് ഈ ഒരു വാഹനത്തിനുണ്ട്. ഇപ്പോൾ സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന സമയത്ത് എന്തില്ല, വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസും കാര്യങ്ങളും, ഈ ഹാൻഡ് റെസ്റ്റൊക്കെ താത്തി അത്യാവശ്യം നല്ല ഉഷാറായിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയും. സീറ്റിലാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇതുപോലെ തന്നെ സീറ്റ് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടിൽ നമുക്ക് സെക്കൻഡ് റോ സീറ്റിൽ നമുക്ക് ഇരിക്കാൻ കഴിയും. പക്ഷെ നേരെ നമ്മൾ എന്താണ് തേർഡ് റോ സീറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് റോ സീറ്റിൽ ഇരുന്ന് അത്ര ഒരു കംഫർട്ടും അത്ര ഒരു സുഖമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ബാക്കിൽ ഇരിക്കാൻ ഉണ്ടാവില്ല. ഒരുവിധ വാഹനങ്ങളൊക്കെ ബാക്കിലെ സീറ്റ് കൺജസ്റ്റഡ് ആണെങ്കിലും അതിനേക്കാട്ടിലും ഒന്നുകൂടെ നമുക്ക് എന്താണ് ചെറിയ രീതിയിൽ കൺജസ്റ്റഡ് ആണ്. ഇന്നെപ്പോലത്തെ ഒരാൾ ബാക്കിലിരിക്കുകയാണെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ടുന്നുണ്ട്, ഇരിക്കുന്ന ആളുകൾക്കുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഈ SUV വാഹനങ്ങൾ എടുക്കുന്ന ആളുകൾ വേറൊരു സംശയമാണ് ബൂട്ട് സ്പേസ്. അത്യാവശ്യം ബൂട്ട് സ്പേസ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബൂട്ട് സ്പേസ് 7 സീറ്റർ 8 സീറ്റർ വാഹനം ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എന്തുണ്ട്, ഇവിടെ തന്നെ നമുക്കൊരു സ്പേസ് ഉണ്ടെങ്കിലും ഈ 2 സ്വിച്ച് ഉണ്ടെങ്കിൽ ഇത് ഇലക്ട്രിക്കലി നമുക്ക് എന്ത് ചെയ്യാം, സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് 2 സീറ്റുകൾ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലൊരു ബൂട്ട് സ്പേസ് എന്തുണ്ട് ബാക്കിൽ നമുക്ക് കിട്ടും. ഇനി ആ ഒരു സീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അത് ഈ ഒരു സീറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഈ ഒരു സീറ്റ് കൂടെ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടത് ഒരു നമുക്കൊരു ബെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്ര രീതിയിൽ ഇപ്പോൾ ഒരു ലോങ് യാത്രയ്ക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ തന്നെ ഒരു ബെഡൊക്കെ ഇട്ട് നമുക്ക് ഇവിടെ തന്നെ സെറ്റാവാനുള്ളൊരു സ്പേസ് വാഹനത്തിനകത്തുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സ്വിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റിവേഴ്സ് ക്യാമറ നമുക്കിവിടെ കാണാൻ കഴിയും. ബാക്ക് വൈഫർ നമുക്ക് കാണാൻ കഴിയും. ഡിക്കി സ്പോയിലർ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഫുൾ സൈസ് SUVയിൽ എന്തെല്ലാം വേണോ അതിനെല്ലാം അടങ്ങിയ ഒരു അടിപൊളി ഒരു വാഹനമാണ് എന്ത് ചെയ്ത് ഫോർഡ് എൻഡോവർ. ഈ ഒരു വാഹനത്തിന് നമ്മൾ ആസ്കിങ് ചെയ്യുന്ന പ്രൈസ് 32,75,000 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ഏകദേശം 35-36 ലക്ഷം രൂപയ്ക്ക് എന്തുണ്ട് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു 32 ലക്ഷം രൂപ ഈ ഒരു വാഹനത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ വേറെ ഉണ്ട്. പക്ഷേ ഇത്ര ഫീച്ചേഴ്സോട് കൂടി
ഇത്ര ഭംഗിയോട് കൂടിയൊരു വാഹനം, ഇത്രയും മോഡൽ കൂടിയ വാഹനം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ഇത് ഫോർഡ് എൻഡോവർ. അതായത് എല്ലാ ഫീച്ചേഴ്സും പനോരമിക് സൺറൂഫ്, ഓട്ടോ പാർക്കിങ്, അങ്ങനെ എന്തില്ലാതെ നമുക്ക് ചോദിക്കാം, അത്ര ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഈ ഫോർഡിൻ്റെ ഈ എൻഡോവറിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എൻഡോവർ നമ്മളെ ഷോറൂമിൽ വന്നപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് റിവ്യൂ ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ എന്നാൽ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാക്കി എന്തായാലും നിങ്ങൾ ക്ഷമിക്കും. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വാഹനം സെയിലിനുള്ള വാഹനം ആവുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എന്തുണ്ട്, നമ്മൾ സഫാരി കാർസിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വരിക. നമ്മളെ കയ്യിൽ ഒരു ഫോർഡിൽ എൻഡോവർ കൂടി വരുന്നുണ്ട്. 3.2 4x4 വരുന്ന 80,000 കിലോമീറ്ററുടെ ഒരു വാഹനം കൂടി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട, ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റുകൾ നിർദ്ദേശങ്ങളായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.